ഹലോ ഗൈസ്, നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര മടി. ഫോൺ എടുത്ത് നോക്കിയാല് പിന്നെ സമയം പോകുന്നത് അറിയില്ല. എടുത്ത തീരുമാനങ്ങളൊന്നും പാതി വഴിയിൽ പോലും എത്തിക്കാൻ പറ്റാറില്ല. ഇങ്ങനെ സ്റ്റഡി ഗിൽട്ട് അനുഭവിച്ച് മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഉള്ള, ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയ ജാപ്പനീസ് ജനതയുടെ ചില സീക്രട്ട് ടെക്നിക്കുകളെ കുറിച്ചാണ്. വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ തങ്ങളുടെ ലൈഫ് മാറ്റാൻ ഉപയോഗിച്ച സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള 5 ജാപ്പനീസ് ടെക്നിക്കുകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ പഠന രീതിയും ജീവിതവും പാടെ മാറ്റും. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടെക്നിക് 1, ഇക്കിഗായ്. അതായത് നിങ്ങളുടെ എന്തിന് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ജാപ്പനീസ് സംസ്കാരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇക്കിഗായ്. അതായത് ദിവസവും രാവിലെ നമ്മളെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ലക്ഷ്യം. നമ്മളെ പലപ്പോഴും പഠിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് നമ്മുടെ ബ്രെയിനിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. വെറുതെ എനിക്ക് മാർക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കാതെ ഈ പഠനം നിങ്ങളെ എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്തെ സന്തോഷം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇക്കിഗായ്. പഠിക്കാൻ മടി തോന്നുമ്പോഴൊക്കെ നിങ്ങളുടെ ഈ ഒരു വലിയ സ്വപ്നത്തെ കുറിച്ച് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക. ടെക്നിക് 2, കെയ്സൻ. അടുത്തതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ടെക്നിക്. ഇതിന്റെ അർത്ഥം ചേഞ്ച് ഫോർ ബെറ്റർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്നാണ്. അതായത് ഒരു വലിയ ചാപ്റ്റർ കണ്ടിട്ട് ഇത് മൊത്തം ഇന്ന് പഠിച്ചു തീർക്കണം എന്ന് വിചാരിക്കുമ്പോൾ ബ്രെയിൻ അപ്പൊ തന്നെ മടി പിടിച്ച് ഫോണിലേക്ക് പോകും. ഇവിടെയാണ് 1 മിനിറ്റ് റൂള് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ദിവസവും ഒരേ സമയത്ത് വെറും 1 മിനിറ്റ് മാത്രം ഒരു കാര്യം സ്വയം ചെയ്യാനായിട്ട് നിർബന്ധിക്കുക. 1 മിനിറ്റ് മാത്രം ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് മാത്രം ഒരു നോട്ട് എഴുതുക. വെറും 1 മിനിറ്റ് അല്ലേ എന്ന് കരുതി ബ്രെയിൻ പെട്ടെന്ന് സമ്മതിക്കും. പക്ഷെ മാജിക് എന്താണെന്നറിയോ? നമ്മൾ ആ 1 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആ ഒരു ഫോക്കസ് മോഡിലേക്ക് മാറുകയും നമ്മൾ 30 to 40 മിനിറ്റോളം ഇരുന്ന് പഠിക്കുകയും ചെയ്യും. അപ്പൊ ഈ വലിയ മാറ്റങ്ങൾ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ടെക്നിക് 3, പൊമോഡോറോ ടെക്നിക്. ഇതൊരു ഇറ്റാലിയൻ പേരാണെങ്കിലും ജാപ്പനീസ് വിദ്യാർത്ഥികളും ആനിമേഷൻ ക്രിയേറ്റേഴ്സും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ. മണിക്കൂറുകളോളം അടുപ്പിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധ മാറുകയും കാര്യങ്ങൾ തലയിൽ കയറാതിരിക്കുകയും ചെയ്യാറില്ലേ? അപ്പോ നിങ്ങളുടെ പഠന സമയത്ത് 25 മിനിറ്റ് ഫോക്കസ് ബ്ലോക്കുകളായിട്ട് നിങ്ങൾ മാറ്റണം. 25 മിനിറ്റ് ഫോണ് പൂർണ്ണമായിട്ടും ദൂരേക്ക് മാറ്റി വെച്ച് 100% ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം 5 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. മാക്സിമം ഈ ഒരു ബ്രേക്കിൽ നിങ്ങൾ ഫോൺ നോക്കരുത്, പകരം വെള്ളം കുടിക്കുകയോ ഒന്ന് നടക്കുകയോ ചെയ്യാം. ഇങ്ങനെ 4 തവണ നിങ്ങൾ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെയുള്ള ബ്രേക്ക്. ഇത് നിങ്ങളുടെ ബ്രെയിൻ തളർന്നു പോവാതെ കൂടുതൽ കാര്യങ്ങളെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് സഹായിക്കും. ടെക്നിക് 4, കാൻബാൻ. ടൊയോട്ട കമ്പനി അവരുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഒരു കാൻബാൻ ബോർഡ് സിസ്റ്റം. ഇന്ന് ലോകത്തിലെ മികച്ച സ്റ്റുഡൻസും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പഠിച്ചു തീർക്കാനുണ്ട്, എന്തൊക്കെ ബാക്കിയുണ്ട് എന്ന കൺഫ്യൂഷൻ കാരണം ഉണ്ടാവുന്ന ആങ്സൈറ്റി ആണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം ഇതിന്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിന് മുന്നിൽ ഒരു ചാർട്ട് പേപ്പർ നിങ്ങൾ ഒട്ടിച്ച് അതിനെ 3 ആയിട്ട് തിരിക്കുക. ചെയ്യാനുള്ളവ, ചെയ്തുകൊണ്ടിരിക്കുന്നവ, പൂർത്തിയായവ. നിങ്ങൾ പഠിച്ചു തീർക്കുന്ന ഓരോ ടോപ്പിക്കും ഈ ചെയ്ത് തീർത്തവ അല്ലെങ്കിൽ പൂർത്തിയായവ എന്നുള്ള സെക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കൂടുതൽ പഠിക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് വലിയൊരു ഡോപ്പമിൻ റഷ് നൽകും. ടെക്നിക് 5, ഷോഷിൻ. നമ്മൾ പലപ്പോഴും ഒരു ടോപ്പിക് പഠിക്കാൻ എടുക്കുമ്പം ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കാറുണ്ട്. ഇതിനെ മാറ്റാനാണ് ജാപ്പനീസ് ജനത ഷോഷിൻ ഉപയോഗിക്കുന്നത്. ഒരു തുടക്കക്കാരന്റെ മനസ്സ് നിലനിർത്താൻ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അത് പഠിക്കാൻ പോകുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ അതിനെ സമീപിക്കുക. പുതിയ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലേണിംഗ് സ്പീഡ് ഇരട്ടിയാക്കും. ഗൈസ്, ഈ പറഞ്ഞ 5 ജാപ്പനീസ് ടെക്നിക്കുകളും കേൾക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം, പക്ഷെ ഇവ തരുന്ന റിസൾട്ട് വളരെ വലുതാണ്. വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് ഉണ്ടാവില്ല. ഇന്ന് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങളുടെ പഠനത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. നിങ്ങൾ ഏത് ടെക്നിക്കാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും അറിയാലോ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇത്. നമുക്ക് ഒന്നിച്ച് നമ്മുടെ മടിയെ മാറ്റി നിർത്തി നമ്മുടെ സ്വപ്നത്തിലേക്ക് കടക്കാം. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.